നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കനത്ത മൂടൽമഞ്ഞ് അബുദാബിയിൽ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അധികൃതർ. യെല്ലോ, റെഡ് അലർട്ടുകൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച മഞ്ഞുവീഴ്ച ശക്തമായതിനാൽ ദൂരക്കാഴ്ച കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ വാഹനം ഓടിക്കുന്നവർ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ച് അതീവ ശ്രദ്ധയോടെ മാത്രം വാഹനങ്ങൾ ഓടിക്കണമെന്നും ഗതാഗത നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അബുദാബിയിലെ നിരവധി റോഡുകളിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത 80 കിലോമീറ്ററായി പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു. അന്തരീക്ഷ ഈർപ്പം വർദ്ധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തണുത്ത കാലാവസ്ഥ തുടരുന്ന എമിറേറ്റിൽ ഞായറാഴ്ച അനുഭവപ്പെട്ട കൂടിയ താപനില 20 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 7 ഡിഗ്രി സെൽഷ്യസുമാണ്. ആകാശം മേഘാവൃതമായ ദുബായിൽ ഞായറാഴ്ച 21 ഡിഗ്രിയായിരുന്നു കൂടിയ താപനില. മണിക്കൂറിൽ 15 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ പകൽ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറയുകയും ദൂരക്കാഴ്ച കുറയ്ക്കുകയും ചെയ്യുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇതിനാൽ അലർജിയുള്ളവർ മതിയായ സുരക്ഷയോടെ മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ ബീച്ചിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. അബുദാബിയിൽ അൽ ഷവാമീഖ്, അൽ ഷംഖ, ബനിയാസ്, അൽ റഹ്ബ, ഷഹബൂദ് സിറ്റി, അൽ ഷഹാമ, അൽ റീഫ്, അൽ ഫലാഹ് എന്നിവിടങ്ങളിലൊക്കെ മൂടൽമഞ്ഞ് രൂപപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. രാത്രിയിലും കാലാവസ്ഥ പൊതുവെ മേഘാവൃതമായിരിക്കും. പരമാവധി 35 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും നേരിയ തോതിൽ കടൽക്ഷോഭം ഉണ്ടാകാനും സാധ്യതയുണ്ട്. മൂടൽമഞ്ഞ് അധികമായാൽ വിമാന സർവീസുകളെ അടക്കം ബാധിക്കുമെന്നും ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.